ജി സുധാകരന് പിന്തുണ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ രാജിക്ക്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുൻ മന്ത്രി ജി സുധാകരന് അമ്പലപ്പുഴ മണ്ഡലത്തിൽ പിന്തുണ നൽകാനുള്ള നീക്കത്തെ തുടർന്ന് കോൺഗ്രസിൽ കലാപം. നേതൃത്വത്തിന്റെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ച് KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് രാജിവെച്ചു. 52 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജി സുധാകരനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരെ അറിയിക്കുകയോ അവരെ വിശ്വാസത്തിലെടുക്കുകയോ ചെയ്യാതെയാണ് കൈക്കൊണ്ടതെന്നും ഇത് വലിയ അപമാനമായി തോന്നുന്നുവെന്നും ജോബ് പറഞ്ഞു. അതേസമയം നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നേതാവ് M ലിജു മണ്ഡലത്തിൽ സജീവമായിരുന്നു. സുധാകരന്റെ വരവോടെ ലിജുവിന് സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചിറ്റൂരിൽ അഡ്വക്കേറ്റ് V മുരുകദാസ്, എറണാകുളത്ത് സാബു ജോർജ്, തിരുവല്ലയിൽ അഡ്വക്കേറ്റ് മാത്യു T തോമസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സംഘടന വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ CPI-യിൽ നിന്നും പുറത്താക്കിയ CC മുകുന്ദൻ നാട്ടികയിലെ BJP സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ ഡൽഹിയിലെത്തി നേതാക്കളുമായി മുകുന്ദൻ ചർച്ച നടത്തിയെങ്കിലും വിജയ സാധ്യത ഇല്ലാത്തതിനാൽ പരിഗണിക്കേണ്ടെന്നാണ് അവർ തീരുമാനിച്ചത്. UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമെന്ന് മുകുന്ദൻ മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. അനധികൃത പണമിടപാട് കേസിൽ കോൺഗ്രസ് നേതാവും കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയുമായ കല്ലിക്കോടൻ രാഗേഷിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. രാഗേഷ് പ്രസിഡന്റായ സഹകരണ സംഘത്തിന്റെ അക്കൗണ്ടിലേക്ക് സൈബർ തട്ടിപ്പിലൂടെ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപ എത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട് പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്കെതിരെ കാസർഗോഡ് പ്രതിഷേധം ശക്തം. ജില്ലയ്ക്ക് വേണ്ടത് കാസർഗോഡിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയെയാണ്. ഇറക്കുമതി സ്ഥാനാർത്ഥി ഇവിടെ വേണ്ടെന്നും പറയുന്ന പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. ഞങ്ങൾ ലീഗുകാർ എന്ന പേരിലാണ് പോസ്റ്ററുകൾ. KM ഷാജി കാസർഗോഡ് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പോസ്റ്റർ. സംസ്ഥാനത്ത് വീണ്ടും ചൂടിന് ആശ്വാസമായി മഴയെത്തുന്നു. ഇന്നു മുതൽ 5 ദിവസത്തേക്ക് ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ US കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അത്യാധുനിക മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാനിയൻ വാർത്താ മാധ്യമങ്ങൾ. ഫെബ്രുവരി 27-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി സെജിൽ മിസൈൽ ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത കര ഇന്ധന ഉപയോഗിക്കുന്ന ബാലിസ്റ്റിക് മിസൈലാണിത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധമായി മാറിയ പശ്ചാത്തലത്തിൽ ലോകത്തെയാകെ പിടിച്ചുലയ്ക്കുന്ന ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക നീക്കം നടത്തി. ആഗോള എണ്ണ നീക്കത്തിന്റെ 20% നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചതോടെയാണ് ലോകം ഈ പ്രതിസന്ധിയിലായത്. ഈ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ 7 രാജ്യങ്ങൾ തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന് ട്രംപ് പരസ്യമായി ആവശ്യപ്പെട്ടു. ഒഡീഷയിലെ പ്രമുഖ സർക്കാർ ആശുപത്രിയായ SCB മെഡിക്കൽ കോളേജിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 10 രോഗികൾ മരിച്ചു. തീപിടുത്തത്തിൽ 11 ജീവനക്കാർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. പുലർച്ചെ 2:30-നാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി ആശുപത്രിയിൽ എത്തിയിരുന്നു. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിന്റെ തുടർ നടപടികൾ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് തമിഴക വെട്രികഴകം നേതാവ് വിജയ് CBIക്ക് കത്ത് നൽകി. ഇനി ചോദ്യം ചെയ്യലുകൾ ഉണ്ടെങ്കിൽ അത് ചെന്നൈയിലോ സംസ്ഥാനത്തെ മറ്റേതെങ്കിലും നഗരങ്ങളിലോ വെച്ചാകണമെന്നാണ് വിജയുടെ ആവശ്യം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണമാണ് ഈ അഭ്യർത്ഥനയെന്ന് വിജയ് കത്തിൽ വ്യക്തമാക്കി. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ എന്നിവ സന്ദർശിക്കുക.